നമുക്കിന്ന് വറുത്തരച്ച കുടുത്തക്കറി, നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ വറുത്തരച്ച കുടുത്തക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അമ്മ. നോക്കാം. തുള്ളി പെരിഞ്ചീരകം, വേപ്പിൻ്റെ അത്ര ഇട്ടിട്ടൊന്ന് വഴറ്റി ഇതാക്കി എടുക്കുക അല്ലേ, മൂപ്പിച്ചെടുക്കുക. തേങ്ങ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. അപ്പം നമ്മൾ ചെറിയുള്ളി ഇടാൻ മറന്നുപോയി, ചെറിയുള്ളി കൂടി ഇട്ടുണ്ട് കേട്ടോ. എന്തായി ഇപ്പോൾ അമ്മ? അപ്പം നമ്മൾ മല്ലി വീട്ടിൽ തന്നെ ഉണക്കി വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ? മുളക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കും. പൊടി മേടിക്കുന്ന ഇഷ്ടമല്ല, കെമിക്കലാണല്ലോ. അങ്ങനെ ഇതൊക്കെ നല്ലപോലെ മൂക്കണം അല്ലേ? ഇനി ഒന്ന് ഇത് ഗ്യാസ് കെട്ട് മൂപ്പ് കുടിച്ചിട്ട് ഓഫ് ചെയ്ത്. മൂപ്പ് കൂടിയാൽ ജാതിയാണ്. നല്ലോണം മൂപ്പ് കൂടണ്ട അല്ലേ? അപ്പം നിങ്ങൾ ആരെയും കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചേ? കുക്കിങ് ഞാൻ തന്നെ. എൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും രുചി കാര്യങ്ങൾ ഒക്കെ അറിയാം. ഏതൊരു തരത്തിൽ വേണമെങ്കിലും മട്ടൻ, ചിക്കൻ എല്ലാതും ഉണ്ടാക്കൂലേ? അതിൻ്റെ മോളേനെ പഠിപ്പിച്ച്, മോളെ നോക്കിയിട്ട് അതും പഠിച്ചു. അമ്മ ഇൻസ്പിറേഷൻ. അങ്ങനെ നമ്മുടെ വറുത്തരയ്ക്കാൻ തേങ്ങ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇതൊന്ന് അരച്ചെടുക്കണം അല്ലേ? ചൂടാറി കഴിഞ്ഞാൽ അത് അരച്ചെടുത്തിട്ട് നമുക്ക് കറി അടുപ്പത്താക്കാട്ടാ. കറി വെക്കുക അടുപ്പത്താണ്, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാമല്ലോ. ഇത് വറുത്തത് മാത്രം ഇതുമല്ല കേട്ടോ. ചൂടാകാൻ വേണ്ടി ഇതിലേക്കൊന്ന് പരത്തി വെച്ചതാണ്. ഇത് നമ്മളിപ്പോൾ ചൂടാറിയാൽ അരച്ചെടുക്കാം. ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഒക്കെ ഇതൊന്ന് ഞരടിയിട്ട് ഇത് വരണം. ഇങ്ങനെ പിഴിഞ്ഞിട്ട് കണ്ട ഇതിൽ ഉപ്പിട്ടിട്ട് ഉപ്പിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കുക. അരപ്പൊഴിച്ച് പുളി ഒഴിക്കുക. ാണ് വെക്കുന്നത്. ആ ടേസ്റ്റ് കൂടും, നമുക്ക് ഗ്യാസിനും ഇതാക്കും. അപ്പോൾ കൂട്ടാൻ തളിച്ച് വെക്കാനായി നമ്മൾ ഇതിലേക്ക് മീനിട്ട് കൊടുക്കുക. തല കാണിച്ചില്ലേ എടുത്ത മീൻകറിയൊക്കെ നല്ല സെറ്റായി വന്ന് തിളച്ച് വറ്റാനായി. ഇനി നമ്മൾക്ക് ഇതിൽ ഒന്ന് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ച് ഒഴിക്കുക. നമുക്ക് ഉള്ളിയൊക്കെ മൂത്ത് വന്നാൽ ഒരു തരി മുളകും പൊടി ഇട്ടിട്ട് അപ്പോൾ നല്ല കളർ ഉണ്ടാവുകയും. അപ്പോൾ കറിക്കൊരു കളറ് നല്ല കിട്ടില്ലേ? നല്ല കളർ കിട്ടും. അമ്മയുടെ ടിപ്പാണ്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. കുറച്ച് കയ്യിലോട്ട് തരും. ചൂടുണ്ടാ? നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല പുളിയും. സൂപ്പറായിട്ട്. നമ്മളുടെ വറുത്തരച്ച മീൻകറി റെഡി ആയിട്ട്. ഈ ഒരു കറി മതി അല്ലേ? ഒരു പ്ലേറ്റ് ചോറ്. അപ്പം നമ്മുടെ ഈ വറുത്തരച്ച മീൻകറി സെറ്റായിട്ട്